ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നല്ല മഴയൊക്കെ അല്ലേ? കേരളം മൊത്തത്തിൽ അടിച്ചു പൊളിച്ച് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമ്പനയിൽ ടൈറ്റിൽ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, നമ്മുടെ ഹബീബിൻ്റെ ലേറ്റസ്റ്റ് വാർത്തകളാണ്. അത് പെട്ടെന്ന് കൊണ്ടുവരാൻ ഇപ്പോൾ സാധാരണ അലക്സ് പെരേര, കോണർ മെഗ്രഗർ, ജോൺ ജോൺസ് ഇവരുടെയൊക്കെ കാലഘട്ടമാണല്ലോ. ഹബീബിൻ്റെ വീഡിയോ പെട്ടെന്ന് ഇടാനുള്ള കാരണം, ഇന്നിപ്പോൾ ഇടാനുള്ള കാരണം അത് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഓക്കെ, ഇൻസ്റ്റാഗ്രാം പേജിൽ ഹോട്ട് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ട് ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ളൊരു ചാനലായി മാറിക്കൊണ്ടിരിക്കുകയാണത്. എൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ പറയുകയും ചെയ്യാം. Deepak_Ashokan UFC മലയാളം. Deepak_Ashokan നമ്മുടെ ഇൻസ്റ്റാ പേജ് UFC മലയാളം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹബീബിൻ്റെ ലേറ്റസ്റ്റ് വാർത്തകൾ, പുതിയ വാർത്തകൾ. അപ്പോൾ അതിന് ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് അനാലിറ്റിക്സ് ഉണ്ടായിരിക്കും. അനാലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ അത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിനറിയാം. നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ്, പെട്ടെന്ന് കയറി വരുന്ന വ്യൂസ് ഏതാണെന്ന്. അപ്പോൾ നമ്മൾ പണ്ട് ഹബീബ് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഹബീബ് GSP എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ പെട്ടെന്ന്, ഇതൊക്കെ യൂട്യൂബിൻ്റെ ഒരു കളികളാണല്ലോ, അൽഗോരിതത്തിൻ്റെ കളികളാണല്ലോ, അതിനിപ്പോൾ പെട്ടെന്ന് വ്യൂസ് കയറി വരുന്നു. അപ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഒരു ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇട്ടേക്കാം. ഹബീബ് ഇപ്പോൾ എവിടെയുണ്ട്? ഹബീബ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ദുബായിലാണ്. ദുബായിൽ നാസ് സ്പോർട്സ് കോംപ്ലക്സിലാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ അബുദാബിയിലാണ്. അവിടെ എന്ത് ചോദിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുള്ളിയുടെ റിലേറ്റീവായിട്ടുള്ള ഉമർ നൂർമാഗ്മദോവ്, അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് വരികയാണല്ലോ, അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഉമറിനെ. അതേപോലെ തന്നെ ആ ക്യാമ്പിൽ തന്നെ ഉസ്മാൻ, മറ്റൊരു റിലേറ്റീവാണ്, ഉസ്മാൻ നൂർമാഗ്മദോവ്, അദ്ദേഹത്തിനെയും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറെയും ദാഗിസ്ഥാനീസ് ഉണ്ട്. ഇങ്ങനെ വളരെ ഇൻറ്റൻസ് ആയിട്ട് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അടുത്ത ചോദ്യം വരും, എവിടെ കാണാൻ, എന്ത് കാണാൻ? ഇതെല്ലാം അപ്ലോഡ് ആവുന്നത് ഹബീബിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്. എത്ര പേർക്കറിയാം? ചില പേർക്ക് അറിയാമായിരിക്കും. നല്ല രസമാണ് അത് കാണാൻ. ഹബീബിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലാണ്. അതിനകത്ത് 2 ദിവസം മുമ്പിട്ട വീഡിയോ ആണ്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഉണ്ട്. പിന്നെ ഹബീബ് ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒഫീഷ്യലി വളരെ ആക്റ്റീവായിട്ട് എടുത്തൊരു ജിം ഉണ്ടായിരുന്നു. ആദ്യത്തെ ജിം ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം പിന്നീട് അവിടെയാണ്. അറിയാമല്ലോ, അമേരിക്കൻ കിക്ക് ബോക്സിംഗ് അക്കാഡമി, അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഹേവിയർ മെൻഡിസ്. പലവരും അതിന് ജേവിയർ എന്നാണ്, ജേവിയർ അല്ല ഹാവിയർ എന്നാണ് പറയാം, ഹേവിയർ മെൻഡിസ്. അപ്പോൾ ഈ മെൻഡിസ് ഇപ്പോൾ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോച്ചായിരുന്നു. ഇപ്പോൾ അവർ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇങ്ങേരും ഹബീബിൻ്റെ കൂടെയുണ്ട് അബുദാബിയിൽ ഉമറിനെ ട്രെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ചെറിയ വീഡിയോയിൽ ഹബീബ് ഇവരെല്ലാം തന്നെ ട്രെയിൻ ചെയ്യുന്നതായിട്ട് കാണാം. ദാഗിസ്ഥാനി ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നുണ്ട്. ദാഗിസ്ഥാനി ബാസ്ക്കറ്റ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാസ്ക്കറ്റ് ബോളിൻ്റെ അതേ ഒരു സംഭവം തന്നെ. ചെറുതായിട്ടൊന്ന് വീഡിയോ ഇത് വെച്ച്, ഓക്കെ, ഒരു ലൈറ്റിംഗ് പെട്ടെന്ന്, അതാണ് ഞാൻ സ്റ്റോപ്പായത്. അപ്പോൾ അതിനകത്ത് ദാഗിസ്ഥാനി ബാസ്ക്കറ്റ് ബോൾ നടക്കുന്നുണ്ട്. പിന്നീട് ഇവരുടെ ട്രെയിനിങ്ങിൻ്റെ ആ ഒരു ഇത്. പിന്നെ ലാസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ഇവർ റെസ്റ്റ് എടുക്കുമ്പോൾ ഈ പറയുന്ന ഹേവിയർ മെൻഡിസ് ഇവരെ ഒന്ന് സംസാരിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് ഇംഗ്ലീഷിൽ. അത് റഷ്യയിലാണ്, റഷ്യൻ ഭാഷയിലാണ് സംഭാഷണം മുഴുവനും. അപ്പോൾ ഹബീബ് ഈസ് വെരി മച്ച് ആക്റ്റീവ്. അദ്ദേഹം ഇപ്പോൾ മറ്റ് യുവാക്കളെ ട്രെയിനിങ് ചെയ്യുന്നതിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ പിന്നീട് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഹബീബ് ഒരു റിട്ടേൺ നടത്തുമോ. കാരണം ഹബീബ് ഒരു ഫൈറ്ററാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ, നമ്മൾ അത്ര വലിയ ഫൈറ്ററൊന്നും അല്ലെങ്കിലും നമ്മൾ കുറച്ച് കോമ്പാറ്റ് സ്പോർട്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 38 ഇയേഴ്സിലും നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഹബീബിൻ്റെ ഉള്ളിൽ ആ ഒരു തോന്നുന്നുണ്ടാവും, തിരിച്ചു വരുമോ. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഹബീബ് ചിലപ്പോൾ തിരിച്ചു വന്നാലോ, പക്ഷെ വരില്ല അല്ലേ. അപ്പോൾ ഞാൻ ഈ ഹബീബിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലെ ലിങ്കും ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൻ്റെ
അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്, ടേക്ക് കെയർ.